Hello dear students, welcome back to our next session. In this session we can start with the unit 2, an introduction to material. We have already learned the term material. We have already known the material is an important element of production. It is one of the major and first component of production. Material refers to the things used for producing an article or for providing a service. So we can conclude that material is an important element in production. It is a major part of cost of production, or it is the basic thing used in the production. സോ നമുക്കറിയാം മെറ്റീരിയൽ എത്രമാത്രം റെലവൻ്റ് ആണ്. വി ക്യാൻ സേ ദാറ്റ് അറ്റ്ലീസ്റ്റ് 60% ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൺസിസ്റ്റ് ഓഫ് മെറ്റീരിയൽ. നമുക്കറിയാം ഒരു പ്രൊഡക്ഷൻ്റെ ഒരു 60% അല്ലെങ്കിൽ 55% ഓർ 65% കോസ്റ്റ് എന്ന് പറയുന്നത് മെറ്റീരിയലാണ്. മെറ്റീരിയലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പ്രൊഡക്ഷനിൽ. അപ്പോൾ അത്രമാത്രം കോസ്റ്റ് വരുന്നത് മെറ്റീരിയലിനാണ്. So it is an important element of production. It is the major part of cost of production, or it is the basic thing used in production. The term material involves, ഇനി എന്തൊക്കെയാണ് മെറ്റീരിയൽ എന്നുള്ള ടേമിൽ വരുന്നത്? റാ മെറ്റീരിയൽ, സ്പെയർ പാർട്സ്, കോമ്പണൻസ്, റിപ്പയേഴ്സ്, മെയിൻ്റനൻസ് മെറ്റീരിയൽ എക്സെട്ര. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ മെറ്റീരിയൽ എന്നുള്ള ഒരു സെക്ടറിൽ നമുക്ക് പറയാൻ പറ്റുക? റോ മെറ്റീരിയൽ മേ ഇൻവോൾവ് റാ മെറ്റീരിയൽ, spare parts, components, repairs and maintenance material and etc. Then stores has wider meaning than that of material. In compared with material, stores has wider meaning. മെറ്റീരിയലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റോഴ്സ് എന്ന് പറയുന്നതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇറ്റ് ഇൻവോൾവ്സ് റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, സ്പെയർ പാർട്സ് and components. It means that everything that held in stores. നമ്മൾ സ്റ്റോഴ്സിൽ അല്ലെങ്കിൽ നമ്മളുടെ വെയർ ഹൗസിൽ അല്ലെങ്കിൽ സ്റ്റോർ റൂമിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഓൾ മെറ്റീരിയൽസിനെയും നമുക്ക് സ്റ്റോഴ്സ് എന്ന് പറയാം. അതുകൊണ്ടാണ് സ്റ്റോഴ്സ് ഹാസ് വൈഡർ മീനിങ് ദാറ്റ് മെറ്റീരിയൽ. മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ജനറലി ദ മെറ്റീരിയൽ മീൻസ് ദ റോ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ. പക്ഷെ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്റ്റോഴ്സിൽ അല്ലെങ്കിൽ ഒരു സ്റ്റോർ റൂമിൽ നമ്മൾ കീപ്പ് ചെയ്യുന്ന ഓൾ മെറ്റീരിയൽസിനെയും നമ്മൾ പറയും സ്റ്റോഴ്സ്. അത് ഏത് വേണമെങ്കിലും റിപ്പയർ മെറ്റീരിയൽ ആവാം, മെയിൻ്റനൻസ് മെറ്റീരിയൽ ആവാം, അല്ലെങ്കിൽ കോമ്പോണൻസ് പാർട്സുകളാവാം, സ്പെയർ പാർട്സ് ആയിരിക്കാം, അങ്ങനെ എന്തും ആയിക്കൊള്ളട്ടെ, അതെല്ലാം സ്റ്റോഴ്സാണ്. Then material inventory control. Material or inventory control. Why it is important? എന്തുകൊണ്ടാണ് മെറ്റീരിയൽ ഓർ ഇൻവെൻ്ററി കൺട്രോൾ നമ്മൾ ചെയ്യേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് അത് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആവുന്നത്? വി ഹാവ് ഓൾറെഡി ടോൾഡ് മെറ്റീരിയൽ ഈസ് ദ മേജർ കോമ്പോണൻറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അല്ലേ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻ്റ് ആണ് മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ മെറ്റീരിയലിനെ കൺട്രോൾ ചെയ്യേണ്ടത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇറ്റ് ഈസ് ദ മേജർ കോമ്പോണൻറ്റ് ഇൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇറ്റ് ഇൻകേഴ്സ് എ ലോട്ട് ഓഫ് കോസ്റ്റ് ഫോർ മെറ്റീരിയൽ. സോ ഇറ്റ് ഈസ് നെസസറി ടു കൺട്രോൾ ദി മെറ്റീരിയൽ. അപ്പം ഏറ്റവും കൂടുതൽ കോസ്റ്റ് വരുന്നത് മെറ്റീരിയലിനാണ്. സോ അതിനെ നമ്മൾ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യണം. എന്തിനാണ് നമ്മൾ കൺട്രോൾ ചെയ്യണത്? വൈ വി അഡോപ്റ്റ് കൺട്രോൾ ഫോർ ഇൻവെൻട്രി? സോ ഇറ്റ് റെഡ്യൂസസ് ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ വി ക്യാൻ കൺട്രോൾ ദ മെറ്റീരിയൽ. നമ്മൾ മെറ്റീരിയലെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ അതിൽ മെറ്റീരിയൽ അത്രമാത്രം നമ്മൾ ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ വി ക്യാൻ റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. നമുക്ക് ഈ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും, അതിൻ്റെ വേസ്റ്റേജ് കുറയ്ക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അത്രമാത്രം സ്ട്രിക്റ്റ് കൺട്രോൾ ഓവർ മെറ്റീരിയൽ ആണ് എങ്കിൽ വി ക്യാൻ റെഡ്യൂസ് ദ കോസ്റ്റ് ആൻഡ് വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽ. ദെൻ ഇറ്റ് റിസൾട്ട്സ് ഇൻ ടു റെഡ്യൂസ്ഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു മെറ്റീരിയൽ ആണ് മേജർ കോമ്പോണൻറ്റ് അല്ലേ. അപ്പോൾ നമ്മൾ ആ മെറ്റീരിയലിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്ത് തന്നെയാണ്? ആ മെറ്റീരിയലിന് 60% വരുന്ന മെറ്റീരിയൽ കുറയ്ക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലും നല്ലൊരു കുറവ് വരുത്താനായിട്ട് നമുക്ക് സാധിക്കും. സോ മെറ്റീരിയൽ കൺട്രോൾ ബിഗിൻസ് വിത്ത്
preparation of purchase orders and ends with effective utilization of resources. ഇപ്പോൾ ഈ മെറ്റീരിയൽ കൺട്രോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ എപ്പോഴാണ് പ്ലാൻ ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു പർച്ചേസ് ദ മെറ്റീരിയൽ വാങ്ങുന്നതിന് മുൻപ് അല്ലെങ്കിൽ മെറ്റീരിയലിന് ആ ഓർഡർ തയ്യാറാക്കുന്നതോട് കൂടിയാണ് മെറ്റീരിയൽ കൺട്രോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് എൻഡ്സ് വിത്ത് ദി ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ആ മെറ്റീരിയൽ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റീരിയൽ കൺട്രോൾ അവസാനിക്കുന്നു. സോ മെറ്റീരിയൽ കൺട്രോൾസ് ബിഗിൻസ് വിത്ത് പ്രിപ്പറേഷൻ ഓഫ് പർച്ചേസ് ഓർഡേഴ്സ് ആൻഡ് എൻഡ്സ് വിത്ത് ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. Then we can discuss about the definition of material management or material control. A systematic control over purchasing, storing and consumption of material so as to maintain a regular and timely supply of material, at the same time avoids overstocking. Once again, a systematic control. Material control is a systematic control. എന്തിന്മേലുള്ള control ആണ്? Over പർച്ചേസിങ്, സ്റ്റോറിങ് ആൻഡ് കൺസംഷൻ ഓഫ് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട, മെറ്റീരിയൽ പർച്ചേസ് ചെയ്തതിനെ സ്റ്റോർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, അതുപോലെ അത് കൺസ്യൂം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാറ്റിന്മേലുള്ള സിസ്റ്റമാറ്റിക് കൺട്രോളാണ് മെറ്റീരിയൽ കൺട്രോൾ. ഇനി എന്തിനു വേണ്ടിയാണ്? സോ ആസ് ടു മെയിൻറ്റെയിൻ എ റെഗുലർ ആൻഡ് ടൈംലി സപ്ലൈ ഓഫ് മെറ്റീരിയൽ. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു മെറ്റീരിയൽ സപ്ലൈ ഉണ്ടാവണം. അറ്റ് ദ സെയിം ടൈം അവോയ്ഡ്സ് ഓവർ സ്റ്റോക്കിംഗ്. നമുക്ക് ആവശ്യത്തിന് മെറ്റീരിയൽ എപ്പോഴും അവൈലബിൾ ആവണം. അറ്റ് ദ സെയിം ടൈം നമ്മൾ കൂടുതലായിട്ട് സ്റ്റോക്ക് ചെയ്യാനും പാടില്ല. അതായത് അണ്ടർ സ്റ്റോക്കിങ്ങും പാടില്ല, ഓവർ സ്റ്റോക്കിങ്ങും പാടില്ല. മെറ്റീരിയൽ ടൈമിലി അവൈലബിൾ ആവണം, ബട്ട് ഇറ്റ് മെ നോട്ട് ഓവർ സ്റ്റോക്കിംഗ്. സോ we can repeat the definition again. A systematic control over purchasing, storing and consumption of material so as to maintain a regular and timely supply of material, at the same time avoids overstocking. Then we have to discuss about objectives of material control. What are the objectives of material control, or what purposes we can control the material? ഇനി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെറ്റീരിയൽ കൺട്രോൾ ചെയ്യുന്നത്? These are following are the objectives of material control. We can list out that. First one, to ensure ready supply of material. First objective of material control is to ensure ready supply of material in order to avoid interruption in production. പ്രൊഡക്ഷനിൽ യാതൊരുവിധ ഇൻ്ററപ്ഷൻ ഇല്ലാതെ, തടസ്സങ്ങളില്ലാതെ നടക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വി വാണ്ട് ടു എൻഷുർ റെഡി സപ്ലൈ ഓഫ് മെറ്റീരിയൽ. അപ്പോൾ മെറ്റീരിയൽ കൺട്രോൾ മുഖേന നമുക്ക് സപ്ലൈ ഓഫ് മെറ്റീരിയൽ എൻഷുർ ചെയ്യാം. അത് തടസ്സമില്ലാതെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പാക്കാം. ഇനി മെറ്റീരിയൽ വരുന്നില്ല എങ്കിൽ ഇറ്റ് മേ ലീഡ്സ് ടു interruption in production. Second one, to avoid overstocking. If we control the material, we can avoid the overstocking. നമ്മൾ മെറ്റീരിയലിൽ ഒരു കൺട്രോൾ വെക്കുകയാണെങ്കിൽ, നല്ല പോലെ മെറ്റീരിയലെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഓവർ സ്റ്റോക്കിംഗ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. എന്താണ് ഓവർ സ്റ്റോക്കിംഗ്? ഓവർ സ്റ്റോക്കിംഗ് മീൻസ് മെറ്റീരിയൽ സ്റ്റോക്ക്ഡ് ദാൻ ദെയർ റിക്വയർമെൻറ്റ്സ്. നമ്മുടെ ആവശ്യത്തേക്കാൾ കൂടുതൽ നമ്മൾ മെറ്റീരിയൽ സ്റ്റോക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുക ഓവർ സ്റ്റോക്കിംഗ്. അങ്ങനെ നമ്മൾ മെറ്റീരിയൽ സ്റ്റോക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഇല്ല. നമ്മുടെ മെറ്റീരിയൽ അവിടെ ഹോൾഡ് ചെയ്ത് കെടുക്കുകയാണ്, അല്ലേ? ടൈഡപ്പാണ്, അല്ലേ? നമ്മളവിടെ കെട്ടിക്കെടുക്കുകയാണ്. മെറ്റീരിയൽ പ്രൊഡക്ഷനേക്കാൾ കൂടുതലാണ്. കുറേ നാളിതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ഓവർ സ്റ്റോക്കിംഗ് ഇസ് മെയിൻറ്റെയിൻ? നമ്മൾ കൂടുതലായിട്ട് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ എന്ത് സംഭവിക്കും? ഒന്നാമത്തിൽ നമുക്ക് സ്പേഷ്യസ് ആയിരിക്കില്ല, അല്ലെ? ഇത് വെക്കാനുള്ള അറേഞ്ച്മെൻറ്റ് കുറവാണ്. തെഫ്റ്റ് വരാം, ഫയർ വരാം, അല്ലെങ്കിൽ അത് നശിച്ചു പോകാനുള്ള പല സാധ്യതകളുണ്ട്. ദെൻ ടു പർച്ചേസ് ദ മെറ്റീരിയൽ അറ്റ് ദ റൈറ്റ് ക്വാളിറ്റി. നമ്മൾ മെറ്റീരിയൽ നമ്മൾ അത്രമാത്രം ഫോക്കസ് ചെയ്യുന്നുണ്ട് എങ്കിൽ, കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ, വി ക്യാൻ അക്വയർ ദ മെറ്റീരിയൽ അറ്റ് ദ റൈറ്റ് ക്വാളിറ്റി. നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ നമുക്ക് അക്വയർ ചെയ്യാനായിട്ട് പറ്റും. ടു പർച്ചേസ് മെറ്റീരിയൽ അറ്റ് ലോ കോസ്റ്റ്. നമ്മളിപ്പോൾ മെറ്റീരിയൽ സ്ട്രിക്റ്റ് കൺട്രോൾ നമ്മൾ വെക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് ലോ കോസ്റ്റിൽ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. വി ക്യാൻ അക്വയർ ദ മെറ്റീരിയൽ അറ്റ് ലോ കോസ്റ്റ്. നമ്മളിപ്പോൾ മെറ്റീരിയൽ കൺട്രോൾ ഉണ്ട്, സ്ട്രിക്റ്റ് കൺട്രോൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. നമ്മൾ ഈ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് പലയിടത്തും കമ്പയർ ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ വാങ്ങിക്കുക. സോ വി ക്യാൻ അക്വയർ ദ മെറ്റീരിയൽ അറ്റ് ലോ കോസ്റ്റ്. ദ നെക്സ്റ്റ് വൺ, ടു മിനിമൈസ് വേസ്റ്റേജ്, ഡാമേജ് ആൻഡ് ലോസ് ഓഫ് മെറ്റീരിയൽ. അപ്പോൾ നമ്മൾ
മെറ്റീരിയലിൽ എപ്പോഴും നമ്മൾ ചെക്കിംഗ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മെറ്റീരിയലിൽ വരുന്ന വേസ്റ്റേജ് കുറയ്ക്കാൻ പറ്റും, ഡാമേജ് കുറയ്ക്കാൻ പറ്റും, മെറ്റീരിയൽ ലോസ് ആവുന്നത് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. Then to avoid obsolescence of material. Obsolescence of material means outdated material. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മാത്രം മെറ്റീരിയൽ വാങ്ങാണ്, ഓവർ സ്റ്റോക്കിംഗ് നടത്തുന്നില്ല എങ്കിൽ നമുക്ക് ആ മെറ്റീരിയലിൻ്റെ ഒബ്സോളസെൻസ് നമുക്ക് ഒഴിവാക്കാം. ഒബ്സോളസെൻസ് എന്ന് പറഞ്ഞാൽ ഔട്ട്ഡേറ്റഡ് ആണ്, കുറേ കാലം കഴിയുമ്പോൾ മെറ്റീരിയൽ ഉപയോഗിക്കാൻ പറ്റാതെയാവും, കാലപ്പഴക്കം വരും. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാം. ടു കീപ്പ് റെക്കോർഡ് ഓഫ് മെറ്റീരിയൽ ട്രാൻസാക്ഷൻസ്. നമുക്ക് ഈ മെറ്റീരിയൽ വാങ്ങുന്നു, മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കുന്നു, മെറ്റീരിയൽ സ്റ്റോഴ്സിലുണ്ട്. അപ്പോൾ ഇങ്ങനെ പലതരം റെക്കോർഡുകൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. എത്ര മെറ്റീരിയൽ വാങ്ങി, എത്ര നമ്മുടെ സ്റ്റോഴ്സിലുണ്ട്, എത്ര നമ്മൾ കൺസ്യൂം ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള ഒരു റെക്കോർഡ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടി വരും മെറ്റീരിയൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇൻ ഓർഡർ ടു കീപ്പ് ദ റെക്കോർഡ് ഓഫ് മെറ്റീരിയൽ ട്രാൻസാക്ഷൻ വി ക്യാൻ എക്സർസൈസ് ഇഫക്റ്റീവ് മെറ്റീരിയൽ കൺട്രോൾ. Then last one is to provide latest information on material. ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അപ്പോൾ ആ മെറ്റീരിയൽസിനെ കുറിച്ചിട്ടുള്ള ലേറ്റസ്റ്റ് ഇൻഫോർമേഷൻ മാനേജ്മെൻറ്റിനെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് മെറ്റീരിയൽ കൺട്രോൾ സഹായിക്കുന്നു.